6 മലയാളിക്ക് 100 മലയാളം എന്നാണല്ലോ ചൊല്ലുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 മലയാളിക്ക് ഒരു 16 രുചിക്കൂട്ടുകളെങ്കിലും കാണില്ലേ? ഇന്നലെ അമ്മ വിളിച്ചപ്പോൾ പറയണ്ടായിരുന്നു കേരളത്തിലെ 14 ജില്ലയുടെയും ശൈലി ഇപ്പം എൻ്റെ ഭാഷയിൽ കാണാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയണ്ടായിരുന്നു ഭാഷയിൽ മാത്രമല്ല ഭക്ഷണത്തിലും 14 ജില്ലയുടെ രുചി കയറിപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്താ പറയാൻ അങ്ങനെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന ശേഷമാണ് ഒത്തിരി ആളുകളെ പരിചയപ്പെടുന്നത്. പല പല ജില്ലയിൽ നിന്നുള്ള ആളുകളോട് താമസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ രുചികൾ പരിചയപ്പെടാനും അതുപോലെ തന്നെ അത് ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടൊരു കോമ്പിനേഷനാണ് നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ മോര് കാച്ചിയത്. പാലക്കാട് പൊതുവെ എൻ്റെ വീട്ടിൽ അങ്ങനെ ചിക്കൻ കറി അല്ലെങ്കിൽ മീനൊക്കെ വെക്കുന്ന സമയത്ത് വേറെ കറികളായിട്ടൊന്നും വെക്കാറില്ല. നമ്മൾ ആ കറി കൂട്ടി തന്നെയാണ് ചോറ് കഴിക്കാറുള്ളത്. പപ്പടമൊക്കെ വറുക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് എൻ്റെ വീട്ടിൽ മോര് കാച്ചുക എന്ന് പറഞ്ഞാൽ കൂടുതലും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വേറെ തരം മോര് കാച്ചലാണ്. അപ്പം അതെനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല. ഇവിടെ കുമ്പളങ്ങ അങ്ങനെ കിട്ടാറുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ള ഒരു മോരുകറി ഇതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി എരിവ് കൂട്ടിയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ പഠിപ്പിച്ചു വിട്ട ഫുൾ പ്രൂഫ് ചിക്കൻ കറി എന്നാണ് ഞാനിതിനെ വിളിക്കാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിമൂന്ന് മുളക് 2 മഞ്ഞളൊന്നും അതാണ് അതിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ പൊടിയാണെന്നുണ്ടെങ്കിൽ കാരണം ചില പൊടികൾക്ക് കുത്തലുണ്ടാവും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടികളായതുകൊണ്ട് കറക്റ്റ് അമ്മ പറഞ്ഞ അളവിൽ ഇത് ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 1 കിലോ ചിക്കനിലാണ് ഈ ഒരു അളവ്. അത് നന്നായി പുരട്ടി വെച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗരം മസാല ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂപ്പിക്കുക. അതിനകത്തോട്ട് ഉള്ളി ഇടും. അതിന് ശേഷം അതിനകത്തോട്ട് തക്കാളി ഇടും. എന്നിട്ട് ഈ ഒരു മസാല പുരട്ടി ചിക്കൻ നേരെ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പം അതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് തനിയെ അതിങ്ങനെ വെള്ളം വന്ന് വെന്തോളും കേട്ടോ. അപ്പം അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു ഗ്യാപ്പിനകത്ത് ഞാൻ മോര് താളിച്ചിട്ടുണ്ടായിരുന്നു. മോര് താളിക്കണതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി മാങ്ങച്ചാറ് കഴിക്കാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ ഫ്രോസൺ മാങ്ങ മേടിച്ച് വെച്ചിട്ട് കുറച്ച് അച്ചാറുണ്ടാക്കി. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നല്ല മാവ് പൂത്ത മണമൊക്കെ വരും. അതുപോലെ തന്നെ നേരെ മാവിന്ന് ഈ ഒരു മാങ്ങയൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇച്ചിരി എണ്ണ ചൂടായതിലോട്ട് കടുക് ഉലുവയിടും. അതിന് ശേഷം കുറച്ച് വറ്റൽമുളക് കറിവേപ്പില അതിട്ടിട്ട് നന്നായിട്ടൊന്ന് നിറം മാറുമല്ലോ അതിനകത്തോട്ട് നമ്മൾ ഈ മാങ്ങ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ടിട്ട് ലേശം കായപ്പൊടി കൂടെ മുകളിലോട്ട് വിതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എപ്പോഴും ഉണ്ടാക്കുന്നില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് വീടൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. ഭക്ഷണമാണ് നമ്മുടെ മനസ്സിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓർമ്മകളെല്ലാം അയവർക്കാൻ ഭക്ഷണത്തെക്കാളും വലിയൊരു കാര്യം വേറെ ഇല്ലല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി